രാവിലെ ആവിലേന്ന് കുമ്പളയ്ക്ക് ട്രെയിൻ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ചൂടായിരുന്നു. അത് പിന്നെ ചൂടുകാലത്ത് പിന്നെ ചൂടുണ്ടാവുമല്ലോ. പോകുന്ന വഴിക്ക് കാണുന്ന കണ്ടൽ കാടുകളാണ് ഇതെല്ലാം. വടക്കോട്ട് നിന്ന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കണ്ടൽ കാടുകളായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ കോട്ടയം ഭാഗത്തൊക്കെ കാണാൻ പറ്റും. പിന്നെ ഹൈക്കോടതിൻ്റെ അടുത്ത് ഒരു കണ്ടൽക്കാടുണ്ട്, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ വടക്കോട്ട് കംപ്ലീറ്റ് കണ്ടൽക്കാടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം നന്നായിട്ടുണ്ട്. ഈ കണ്ടൽക്കാടുകൾ ശരിക്കും പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലേക്ക് ജലം കടത്തിവിടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഏരിയകൾ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കാര്യമായിട്ട് കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ പയ്യെ കുമ്പള സ്റ്റേഷനിലേക്ക് എത്തി. ഒരു 3:30-4 മണിയായി. കുമ്പള എന്നുള്ള ഈ സ്ഥലം ഫേമസ് ആയത് അനിൽ കുംബ്ല എന്ന ക്രിക്കറ്റുകാരനെ കൊണ്ടാണ്. അപ്പോൾ കുമ്പള സ്റ്റേഷൻ ചെറിയൊരു സ്റ്റേഷനാണ്, അത്യാവശ്യം തിരക്കൊന്നുമില്ല. ഞാനവിടെ ഇറങ്ങി പിന്നെ അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കയറി വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഇറങ്ങി അപ്പുറത്ത് എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ കുമ്പള ചെറിയൊരു ടൗണായി. വലിയ ടൗൺ എന്ന് പറയാനില്ല, എന്തായാലും ചെറിയൊരു ടൗണാണ്. ഒരു മീഡിയം ഇടത്തരം ടൗൺ എന്നൊക്കെ പറയാം. അതായത് കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് വരെ ഉള്ളു വലിയ ടൗണൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം ആയിരിക്കും നല്ല ടൗൺ എന്ന് പറയാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ കുമ്പള റെയിൽവേ സ്റ്റേഷനിലെത്തി, ടൗണിലെത്തി. എന്നിട്ട് ഞാൻ പിന്നെ ഒരു മുറി എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിപ്പിച്ചു. അവിടെ നിന്ന് ബീച്ചിലേക്ക് 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അണ്ടർപാസൊക്കെ ഉണ്ട്. കാണുന്നത് അണ്ടർപാസ്സാണ്. അണ്ടർപാസിൽ പോയിട്ട് നമുക്ക് ബീച്ചിലെത്താം. ബീച്ച് തന്നെ ഒരു 1 കിലോമീറ്റർ സ്ട്രെച്ചിലാണ്. അവിടെ നടപ്പാതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പയ്യെ ബീച്ചിലേക്ക് എത്തി. ഇവിടെ നിന്ന് ബീച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്നിട്ട് കടലിൻ്റെ എരമ്പിൽ നമുക്ക് കേൾക്കാം, നല്ല കാറ്റും വീശുന്നുണ്ട്. കുമ്പള ബീച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-4:30 ഇപ്പോൾ ഏകദേശം സമയം. എന്നെ വിട്ടിട്ട് ഓട്ടോക്കാരൻ തിരിച്ചു പോയി. അപ്പോൾ അയാൾ ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 1 കിലോമീറ്റർ സ്ട്രെച്ച് ബീച്ചുണ്ട്, നടന്നു പോകാം, തിരിച്ച് റിട്ടേൺ കിട്ടുന്നൊക്കെ പറഞ്ഞു. റിട്ടേൺ പോകുമ്പോൾ നമുക്കൊരു 10 രൂപ കൊടുത്താൽ പറയണ്ടായി. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കുറേ വള്ളങ്ങളിങ്ങനെ കിടക്കുന്നത് കാണാം. പിന്നെ ശരിക്കും നല്ല മണലാണ്. അത്ര വൃത്തിയുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ബേക്കൽ ബീച്ചൊക്കെ നല്ല വൃത്തിയുണ്ട്. ഞാൻ നിൽക്കുന്നത് കുമ്പള ബീച്ചിലാണ്. ഇതൊരു 1 കിലോമീറ്ററോളം സ്ട്രെച്ച് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, ഓട്ടോ ഡ്രൈവർ പറഞ്ഞാണ്. ഈ കുമ്പള ബീച്ച് അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലാണ്ട് ഒഴിഞ്ഞടക്കുന്ന അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ബീച്ചാണ്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റവും ഇറക്കമാണ്. നല്ലൊരു കയറ്റത്തിൽ നിന്ന് ഇറക്കണ പോലെയാണ് അടിയിലേക്ക് കടൽ കിടക്കുന്നത്. ഇതിപ്പോൾ ഈ സ്ട്രെച്ച് ഓഫ് ബീച്ചാണ്. നമ്മളിപ്പോൾ ഈ കാസർഗോഡിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ഓഫ് ബീച്ച് ഇങ്ങനെ വരും, കാപ്പൽ കൂടി അങ്ങനെ ആ ബീച്ച് അങ്ങ് പോകും. ഇവിടെ പക്ഷേ കടലിൻ്റെ ഇരുമ്പിൽ നന്നായിട്ട് കേൾക്കാം നമുക്ക്. പിന്നെ ഈ കാസർഗോഡെ പറ്റി പറയുമ്പോൾ കാസർഗോഡ് എന്ന് പറയുമ്പോൾ കാസറ എന്നുള്ള സംസ്കൃത വാക്ക് ശരിക്കും പറഞ്ഞാൽ തടാകം എന്നാണ് അർത്ഥം. അപ്പോൾ കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ഒരു നിക്ഷേപം എന്ന അർത്ഥം. അപ്പോൾ തടാകത്തിന് നിക്ഷേപം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ കാസർഗോഡ് കാഞ്ഞിര മരങ്ങൾ കുറേ ഉള്ള കാരണം അങ്ങനെ ആ കാഞ്ഞിര മരത്തിൻ്റെ വേറൊരു പേരാണ് കാസറ, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കാസർഗോഡിൻ്റെ പേര് വന്നത്. കാസർഗോഡ് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രമുഖമായ ഒരു പോർട്ടായിരുന്നു പണ്ട്. അതിൻ്റെ ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ ചരിത്രം വെറുതെ പറയാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ തുളുനാട് എന്ന സ്ഥലമാണ് ശരിക്കും. അതായത് ഈ കോലത്തിരിയൊക്കെ ഭരിച്ച തുളുനാട് എന്ന സ്ഥലമാണ്. അപ്പോൾ തുളു എന്ന നാട്ടിൽ തന്നെ അവിടെ ഒരു 32 മലയാള ഗ്രാമങ്ങളും 32 തുളു ഗ്രാമങ്ങളും ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭരിച്ചിരുന്നത് കോലത്തിരിയായിരുന്നു. പിന്നെ കോലത്തിരിനെ അടുത്തുനിന്ന് നമ്മുടെ വിജയനഗര സാമ്രാജ്യം അവർ പടവെട്ടി പിടിച്ചെടുത്തു. പിന്നെ കുറച്ച് കാലം കണ്ട് വിജയനഗരം പയ്യെ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ കേരടി നായ്ക്കർ എന്നുള്ള ആ ഒരു ഗ്രൂപ്പാണ് പിന്നെ ഇത് ഭരിച്ചത്. അവരൊക്കെയാണ് ഈ ബേക്കൽ ഫോർട്ട് അങ്ങനെയൊക്കെ പണിത്. കാരണം ഈ കടലിനടുത്ത കാരണം എവിടെ നിന്ന് അക്രമം വരാം. അപ്പോൾ നമ്മൾ അക്രമം വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു കോട്ട കെട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ ബേക്കലിൽ വീഡിയോ പറഞ്ഞ പോലെ പേടിച്ച് പറിച്ചാണ് ഇവിടെ അന്നത്തെ ആൾക്കാരും ഈ നാടുവാഴികളും രാജകുമാരൊക്കെ ജീവിച്ചത്. അപ്പോൾ ഈ കേരടി നായ്ക്കളുടെ അടുത്തുനിന്ന് ഹൈദരാലി ആ സമയത്ത് മൈസൂരിൽ ഒരു പവർഫുള്ളായ പേഴ്സണായിട്ട് മാറി. അതായത് ടിപ്പു സുൽത്താൻ്റെ അപ്പൻ. അപ്പോൾ ഹൈദരാലി വന്നിട്ട് ഇങ്ങനെ കീഴടക്കി ഹൈദരാലി പിന്നെ ഈ കോട്ടയൊക്കെ പിടിച്ചെടുക്കുകയുണ്ടായി. കാരണം ഇത് നല്ല പവർഫുൾ ഒരു ഏരിയ എന്ന് മനസ്സിലായി. കാരണം ഈ സമുദ്രമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയ ഹൈദരാലിക്ക് ഇത് ഏരിയ ഭയങ്കര സ്ട്രാറ്റജിയിൽ പോയതായിരുന്നു. അതുകൊണ്ട് ഹൈദരാലിക്ക് ഇത് ആവശ്യം കാരണം ഹൈദരാലി ഇതെല്ലാം പിടിച്ചെടുക്കുകയുണ്ടായി. പിന്നെ മോൻ ടിപ്പു സുൽത്താൻ അത് കുറച്ച് ദിവസത്തിൻ്റെ നോക്കി. ടിപ്പു പണിത കോട്ടകൾ ഇവിടെ ഉണ്ട് ശരിക്കും. ചില കോട്ടകളൊക്കെ ടിപ്പു ആണോ കേരടി നായ്ക്കന്മാരാണോ പണിതെന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടിപ്പുവിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ സർക്കാർ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെയിൻ ഓഫ് സംഭവങ്ങൾ വരുന്നത്. അപ്പം ഇതെല്ലാവരും നൂറ്റാണ്ടുകളായിട്ട് ആൾക്കാർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയായിരുന്നു, ഈ ഏരിയയുടെ ഇമ്പോർട്ടൻസ് അറിയായിരുന്നു. ഈ ഏരിയ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത ആൾക്കാരോടുള്ള രാജാക്കന്മാരും ആളുകളൊക്കെ. അപ്പോൾ ഒരു രീതിയിൽ വേറെ രീതിയിൽ ഇതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്ടിലൈസേഷൻ കുറവാണെന്ന് തോന്നുന്നു. കാരണം കാസർഗോഡ് ഞാൻ പണ്ട് കേട്ട കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കാസർഗോഡിലേക്ക് സ്ഥലം മാറ്റും. കാരണം ഏറ്റവും ബാക്ക്വേർഡ് ഏരിയ എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗം ഉണ്ടായിരുന്നെങ്കിൽ കാസർഗോഡിലേക്ക് സ്ഥലം മാറ്റുമെന്ന് പറയേണ്ട വന്നേനെ. കാരണം നമ്മുടെ നാടിനേക്കാളൊക്കെ വളരെ, അതായത് ഈ തെക്കോട്ടുള്ള പല സ്ഥലങ്ങളെക്കാളും വളരെ മനോഹരമായ സ്ഥലമാണ് കാസർഗോട്ടും. അതിലുപരി ഇവിടുത്തെ ആൾക്കാരെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഇവരുടെ ഓട്ടോറിക്ഷ ഏത് നാട്ടിൽ പോലും ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ അവർ മീറ്റർ ഇട്ടോ ഇല്ല എന്നുള്ളതല്ല, അവർ ഇട്ടില്ല ഒരു റേറ്റാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് 5 രൂപ 10 രൂപ കൊടുക്കാൻ കുഴപ്പമില്ല. ഇവരങ്ങനെയാണ്. കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെയാണ്. കോഴിക്കോട് ഇത്തിരി മാറിയതെങ്കിൽ അവിടെ ഉണ്ട്, കാരണം അത് എറണാകുളത്ത് ആൾക്കാർ പോയിട്ട് മാറ്റിയതായിരിക്കാം. എനിവേ ആൾക്കാർ പൊതുവെ നീറ്റും സമാധാനപ്പെടുന്ന നല്ല ആൾക്കാരുമാണ് കാസർഗോഡ് ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ. ഇപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഈ ബീച്ച് കാണും. ഈ ബീച്ചിൻ്റെ മനോഹാരിതയിൽ ഞാൻ 2 മണിക്കൂർ ഇരിക്കാൻ പോകുന്നു. പിന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കുറേ വള്ളങ്ങൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ബാക്കി കാണാം, ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സൺസെറ്റ് കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയേക്കുന്നത്. സൺസെറ്റ് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. സൺസെറ്റ് പോകുന്നതാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ എനിക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. അത് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രത്നഗിരി കോട്ട, അതൊക്കെ എൻ്റെ പിന്നെ നമ്മുടെ അനന്തപുരി ക്ഷേത്രം, അങ്ങനത്തെ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നാളെ സമയം കിട്ടിയാൽ അതൊക്കെ പോകും. അപ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ നമ്മുടെ കുംബ്ലയിലെ കുംബ്ല സ്റ്റേഷനിൽ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. ചെറിയ സ്റ്റേഷനാണ്. ഇവിടെയാണ് അല്ലിക്കുംബ്ല എന്ന അത് ജനിച്ച സ്ഥലം എന്നാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. കുംബ്ല ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാത്തൊരു സ്ഥലത്തെ കാണുന്നത്. ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ ടൂറിസ്റ്റുകളെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ശരിക്കും നല്ല അഡ്മിനിസ്ട്രേഷൻ കൈ കിട്ടുവാണെങ്കിൽ കുംബ്ലയല്ല കാസർഗോഡ് മൊത്തം വേറൊരു ലെവലിലേക്ക് പോയി. ഇവിടെ ശരിക്കും അത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചുകളൊക്കെ വളരെ മനോഹര ബീച്ചുകളില്ല. കാരണം ആ സാൻഡ് തന്നെയാണ് മൊത്തം കിടക്കുന്നത്. ഇവിടെ പക്ഷെ ഒറ്റ ഒരു കടയില്ല. ഇവിടെ ആകെ ഒരു ലോഡ്ജേ ഉള്ളൂ. ആകെ ഈ കുംബ്ലയിൽ തന്നെ ഒറ്റ ലോഡ്ജേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടില്ല. പിന്നെ ഇവിടെ ഈ ഒരു ബീച്ചിന് സൈഡിൽ ഒരു കട പോലും ഇല്ല. ആരും വന്നൊന്നും വിൽക്കണില്ല. നമുക്ക് അത്യാവശ്യം വെള്ളം വന്നാൽ തന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഓട്ടോറിക്ഷ വല്ലപ്പോഴും വന്നാലായി. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഒരു രാത്രി ആയി കഴിഞ്ഞപ്പോൾ നടന്നു പോകാനുള്ള ദൂരം ഉണ്ട്. 2 കിലോമീറ്റർ നടക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഒരു അണ്ടർപാസൊക്കെ വഴിക്ക് പോകണം. അപ്പോൾ കുംബ്ല ബീച്ച് അത്യാവശ്യം കണ്ടോളൂ. കടലിൽ നിന്ന് നല്ല തിരയടിക്കുന്നുണ്ട്, നല്ല കാറ്റുമുണ്ട്. ശരിക്കും ഇപ്പോൾ കുളിക്കാൻ പറ്റിയ ഒരു കടലല്ല ശരിക്കും ഇത്. എനിക്ക് നല്ല ശക്തമായ തിര അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും വെറുതെ പോലും കടലിലേക്ക് ഇറങ്ങുന്നില്ല. അത് കുളിക്കാനല്ല, കാല് നനയ്ക്കാൻ പോലും ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നില്ല ആരും. അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ആഴം കൂടിയ ബീച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അപകടം പിടിച്ച സ്ഥലങ്ങളായിരിക്കാം. തൊട്ടടുത്തെല്ലാം മുഖവന്മാരുടെ വീടുകളാണ്. വീടുകളൊക്കെ പഴയ വീടുകളാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പാവപ്പെട്ട വീടുകളൊക്കെയാണ്. അപ്പോൾ അവർ കുഞ്ഞി പിള്ളേർ, അധികം കൊച്ചു കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് ആ സൈഡിൽ കളിക്കുന്നേ ഉള്ളൂ. ഈ കടലിലേക്ക് ആരും ഇപ്പോൾ ഇവരുടെ വെള്ളം പോലും ഇറങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നത് രാവിലെ ആയിരിക്കും ഒരു വെള്ളം ഇറക്കുക, കടൽ ശാന്തമാവുന്ന സമയത്ത്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വെയിലേറ്റം വരുമല്ലോ. അപ്പോൾ ശാന്തമായ സമയത്തായിരിക്കും ഇറക്കുക. ഒരു 80കളിൽ നമ്മൾ വഴിക്കടെ പോകുമ്പോൾ കാണുന്ന വഴികളൊക്കെ അസിറ്റീസ് ഇവിടെ റിപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ നടന്നു പോകണതൊക്കെ 1980s ആണെന്നൊരു ചിന്ത എനിക്ക് വന്നു, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നു. കാരണം പുതിയതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാം പഴയ സെറ്റപ്പിൽ തന്നെയുള്ള ആ ഒരു വീടുകളും ആൾക്കാരും, പിന്നെ മൊബൈൽ ഫോൺ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം പഴയ സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള 80s എടുക്കാൻ പറ്റിയ ഒരു ഫിലിം ലൊക്കേഷൻ കൂടി ഇതാണെന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് തന്നെ 80s സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു നോസ്റ്റാൾജിയ ഫീലിംഗ് ഇവിടെ എത്തിയപ്പോൾ തോന്നി എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ നല്ല കടൽക്കാറ്റൊക്കെ ആയിട്ട് നടക്കാൻ നല്ല രസമുണ്ട്. അത് പറ്റിയ സമയമാണ് ഇപ്പോൾ ശരിക്കും. 4:30 5 മണി 5:30 ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണല്ലോ. ഏറ്റവും പറ്റിയ സമയമാണ് നടക്കാൻ. ഇത് ഞാനിപ്പോൾ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടുകളൊക്കെയാണ്. ഈ വീടുകളെന്ന് വെച്ചാൽ നമുക്ക് സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 80കളിലാണ് 1980s നമ്മുടെ പൊതുവെ കേരളത്തിൽ എല്ലായിടത്തും കാണുന്ന വീടുകൾ അന്ന് പണിതാൻ തോന്നുന്നു. അതേ ലെവലിൽ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 1980s എവിടെയോ പോയി നിൽക്കുന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാനീ പറഞ്ഞ വീടുകൾ സൂക്ഷിച്ചൊക്കെ കാണാം. അത് 1980s പണിത വീട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവർ പെയിൻ്റ് അടിച്ച് പോകണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ചാക്കുകളൊക്കെ കടൽ ക്ഷോഭം ഉണ്ടാകുമ്പോൾ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ചാക്കിൽ മണൽ നിറച്ചിട്ട് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ കടൽത്തിര വരുമ്പോൾ ഇവിടെ വന്ന് അടിച്ചിട്ടും ഇപ്പുറത്തേക്ക് കടക്കില്ല. അങ്ങനെയാണ് ഉദ്ദേശം. പുലിമുട്ടിക്ക് പകരം വയ്ക്കുന്ന ഒരു സംഭവം ലോക്കലായിട്ട് വെച്ചതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ അവർ കടൽ തീരം നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വേസ്റ്റ് നമുക്കിവിടെ കാണാം. ഞാൻ ഈ കാസർഗോഡ് വന്നിട്ട് കാണുന്ന പ്രത്യേകത, അതായത് പണ്ട് ഞാൻ വന്നിട്ടുണ്ട്, അന്നും ഇന്നും എപ്പോഴും കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ സൈഡിൽ ധാരാളം തെങ്ങുകൾ
പക്ഷേ എറണാകുളത്ത് അങ്ങനെ തെങ്ങുകളെയും കാണാനില്ല. അപ്പോൾ ഇവിടെ ആ ഒരു പ്രത്യേകത ശരിക്കും രസമാണ്. തെങ്ങുകളും പിന്നെ വൈറ്റ് സാൻഡും പിന്നെ കടലും. കാസർഗോഡ് ആക്ച്വലി മുസ്ലിം പോപ്പുലേഷൻ നന്നായിട്ട് കൂടുതലുള്ള ഏരിയയാണ്. ഇപ്പോൾ നന്നായിട്ട് പുരോഗതി വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഇവർ പണ്ടേ പുരോഗതി പ്രാപിച്ച ആളുകൾ തന്നെയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും പുരോഗതി പ്രാപിച്ചു എന്നുള്ളതാണ് സത്യം. കടൽ തീരത്ത് ഉള്ള ഈ തീരം കാണാൻ കുറേ ആളുകൾ, ലോക്കൽ ആൾക്കാർ തന്നെ കാർ പിടിച്ചിട്ട് വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് 1-2 ഫാമിലി ഞാൻ കണ്ടു ഇവിടെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു വിജനമായ ഒരു ബീച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. അത്യാവശ്യം വിജനമായ എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മണലിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്ര നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. സൂക്ഷിച്ചൊക്കെ നടക്കണത് ഇതൊക്കെ. പണ്ടത്തെ കോഴിക്കോട് ബീച്ച് എങ്ങനെയായിരുന്നു അതേപോലെ എനിക്ക് ഇപ്പോൾ തോന്നി. പണ്ടത്തെ കോഴിക്കോട് ബീച്ച് ഏതാണ്ട് ഇതുവരെ തന്നെ കിടന്നത്. നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ അത്രയും വൃത്തികേടൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു പ്രശ്നം അന്ന് അവിടെ ഉണ്ടായിരുന്നു. സൂര്യൻ പയ്യെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കളറൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1980s ആ ഒരു ഏരിയ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. തെങ്ങും കടൽപ്പുറവും കടലും പിന്നെ അവിടുത്തെ കുറച്ച് ബീച്ചുകളൊക്കെ. കടൽക്കാറ്റിട്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമാട്ടോ. ഒരു പ്രത്യേക കുളിർമ നമുക്ക് മനസ്സിലനുഭവപ്പെടും. ഞാനപ്പോൾ ഇവിടെ നിന്ന് പയ്യെ പോവുകയാണ്. ഇപ്പോൾ പോയില്ലെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷയിലോ ഒന്നുമില്ല, നടന്നു കൊണ്ടുവരും. അപ്പോൾ വെട്ടം പോകുന്നതിന് മുമ്പ് പയ്യെ പോയേക്കാന്ന് വെച്ചു. കുറച്ചും കൂടെ എന്നിട്ടൊരു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യെ പോകാനുള്ള സമയമായി. പോകാനുള്ള സമയം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ദൂരെ പിന്നെയും ആ ഒരു എക്സ്റ്റൻറ്റ് വരെ പോകാൻ പിന്നെ ഒരു ആഗ്രഹം. ഈ നടപ്പാതെ തീരുന്നൊരു എക്സ്റ്റൻറ്റ്, അവിടെ കുറേ മരങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ആ എക്സ്റ്റൻറ്റ് തീർന്നതായിട്ട് പിന്നെയും കുറച്ച് നടന്നപ്പോഴാണ് ഈ മരങ്ങളൊക്കെ എന്നാ കണ്ടത്. നമ്മുടെ ചെറായി ബീച്ചിലേക്കുള്ള സൈഡിൽ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ അവിടെയും കാണാം. അപ്പോൾ ഇത് കടൽ തീരത്ത് വളരുന്ന ഏറ്റവും നല്ല മരങ്ങളൊന്നായിരിക്കാം. പിന്നെ ഇവിടെ നിന്ന് സ്ട്രെച്ച് അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ്. ഇത് ഫുള്ള് കോസ്റ്റൽ സോണാണ്. കേരളം വിട്ടിട്ട് കർണാടകയ്ക്ക് കയറി പോകുന്ന കടൽ തീരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ സൂര്യൻ്റെ അസ്തമയം കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ സൂര്യൻ നല്ല സ്വർണ്ണത്തിൻ്റെ നിറമായി. ആ അടിയിലത്തെ വെള്ളത്തിലും ആ നിറം വ്യാപിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു സ്വർണ്ണം നിറം മാറുന്ന ഒരു സമയമാണിപ്പോൾ. ഇവിടം വരെ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ സ്ട്രെച്ച് ഉണ്ട് നടന്നു വരാനുള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇത് നമ്മുടെ എറണാകുളത്ത് ഇതുവരെയൊക്കെ തന്നെയുണ്ട് മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത്. അപ്പോൾ പയ്യെ സൂര്യൻ ഇങ്ങനെ സെറ്റാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പയ്യെ സെറ്റാവാൻ ശ്രമിക്കുന്നത്. വിടതരൂ ഇന്നീ സായം സന്ധ്യയിൽ. കുമ്പള ടൗണിൽ പോയിപ്പോണ്ട് ഒരു ലോറീനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സീനാണ്. അത് ഇറക്കത്തിലൂടെ വലിച്ചുകൊണ്ട് പോകുന്ന സീനാണ് ഞാൻ പ്രത്യേകം എടുത്തത്. കാണാൻ നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനെ സീൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ കുമ്പള ടൗൺ പയ്യെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. വലിയ സ്ട്രെച്ചൊന്നുമില്ല, ചെറിയൊരു ഏരിയയേ ഉള്ളൂ. ഒരു കുഞ്ഞു ടൗൺ, ചെറിയൊരു ടൗൺ, ഹൈമാസൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കുമ്പള സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ്. ഇവിടെ ഒരു ബിവറേജ് ഉണ്ട്, ബാറൊന്നുമില്ല. പിന്നെ ഇത്രേ ഉള്ളൂ. അവിടെ ഒരു 2-3 സ്ഥലത്തേക്ക് കുറച്ച് ചെറിയൊരു എസ്റ്റൻറ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഒറ്റ ലോഡ്ജ്, പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കുറച്ചുണ്ട്. അത്രേ ഉള്ളൂ കുമ്പള എന്ന് പറഞ്ഞാൽ. വലിയ ടൗണൊന്നുമല്ല. പിന്നെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡുണ്ട്. ഇവിടെ നിന്ന് അനന്തപുരി അല്ലെങ്കിൽ പിന്നെ വേറെ ബദിയെടുക്കുക അങ്ങനെ പല സ്ഥലത്തും ബസ് കിട്ടും. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും കാസർഗോഡൊക്കെ ബസ് കിട്ടും.